കുടിവെള്ള പ്രശ്നത്തിൽ വലഞ്ഞ് തിരുവനന്തപുരം നഗരം 4 ദിവസമായിട്ടും തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനായില്ല. ഇന്ന് രാവിലെയോടെ പ്രശ്നം പരിഹരിക്കും എന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പ് പാഴായി. വൈകിട്ട് 4 മണിക്ക് മുൻപ് എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. 4 ദിവസങ്ങളിലായി വെള്ളം കിട്ടാത്ത അവസ്ഥ ആറ്റുകാലിലെ വീട്ടമ്മമാരെയും ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ആറ്റുകാലിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആറ്റുകാലിലെ മിത്രപുരം എന്ന സ്ഥലത്താണ്. ഇവിടെ 100 കണക്കിന് വീടുകളാണ് കഴിഞ്ഞ 4 ദിവസമായി വെള്ളം കിട്ടാതെ, കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടത്. ഇപ്പോൾ ഒരു വീടിനകത്താണുള്ളത്. ഇവിടുത്തെ ഈ പ്രധാന കുടിവെള്ള പൈപ്പാണ് ഇവിടെ ഉള്ളത്. ഇത് കഴിഞ്ഞ 4 ദിവസമായി പണിമുടക്കിയിരിക്കുകയാണ്. ഇവർ ചിലപ്പോഴും തുറന്നു വെച്ചിരിക്കും. എപ്പോഴെങ്കിലും വെള്ളം വന്നു കഴിഞ്ഞാൽ ഒന്ന് പാത്രം കൊണ്ടുവച്ച് പിടിക്കാനായിട്ട്. നമുക്കിനി വീട്ടിനകത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മ, എന്താണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥ? 4 ദിവസം കൊണ്ട് വെള്ളം ഇല്ല. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ദിവസം 8 മണിക്ക് വെള്ളം നിന്നതാണ്. പിന്നെ ഇതുവരെ വെള്ളവും വന്നിട്ടില്ല. പിന്നെ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. റോട്ടിൽ നിന്ന് ഇക്കിരൂല അതിൽ നിന്നാണ് ശകലച്ച വെള്ളങ്ങൾ എടുക്കുകയാണ് കഞ്ഞി വയ്ക്കുന്നത്. ഉച്ചയ്ക്ക് വേണ്ടി കഞ്ഞി വയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളമുണ്ടോ? വെള്ളം അത് അവിടെ നിന്ന് തന്നെ എടുത്തോണ്ട് വന്നത് റോട്ടിൽ നിന്ന് ഇട്ടുപോച്ച വീണ വെള്ളം. കക്കൂസി പോകാനൊക്കെ പറ്റുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ചുരുക്കിയല്ലേ എടുക്കണമില്ല. ഈ പാത്രത്തിൽ പോയി പിടിച്ചിട്ട് വന്ന് രാവിലെ പോവില്ലേ? എത്ര മണിക്കാ പോകുന്നേ? ഇത് കഴിച്ചോടനെ ഞാൻ ഉറക്കഴിച്ചോടനെ പോകും. രാവിലെ പോയി നിൽക്കും. ഇപ്പൊ പാചകം ചെയ്യാനൊക്കെ അവിടുന്ന് കുറച്ച് വെള്ളം എടുക്കും. വെള്ളങ്ങളെടുത്താണ് കഴിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പുലർച്ചെ എണീറ്റ് ഉടനെ ആദ്യം ചെയ്യുന്നത് ആ പബ്ലിക് ടാപ്പിൽ അവിടെ പോയി. അത് വേറൊരു പൈപ്പ് ലൈൻ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന്, അത് കോവളം ഭാഗത്തെ അവിടെ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ, അതുകൊണ്ട് മാത്രമാണ് അവിടെ വെള്ളമുള്ളത്. ആ പൈപ്പ് ലൈൻ നൂല് പോലെ വരുന്ന ആ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ പ്രാഥമിക ആവശ്യത്തിനും പാചകത്തിനും ഒക്കെ. വെള്ളമില്ല 4-5 ദിവസം കൊണ്ട്. അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. അമ്മ ഏയ്ക്കുമ്പോൾ പിന്നെ പോയി നിൽക്കണം. ഞാൻ ഏച്ചില്ലെങ്കിൽ ഞാൻ പോയി നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ ആളുകൾ മൊത്തം ആ പൈപ്പിനെ ഇപ്പോൾ ആശ്രയിക്കുന്നു. അതിനെ ആശ്രയിക്കണം. പിന്നെ കുടിക്കാൻ വേണ്ടിയാണെങ്കിൽ 20 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കണം നമ്മൾ വെളിയിൽ നിന്ന്. ഇങ്ങനത്തെ ഗതികളാണ്. അതിപ്പോൾ 4 ദിവസം കൊണ്ട് ജോലിക്കും പോകില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ പൈസയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഭാഗത്തെ ഒരു വീടുകളിലെ പൈപ്പിലും വെള്ളമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം രാവിലെ കക്കൂസിൽ പോകാൻ പോലും ഈ പൈപ്പിൽ, ഇവിടെ പബ്ലിക് ടാപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരൊക്കെ അതിജീവിക്കുന്നത്. പക്ഷെ അതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് നമ്മൾ അതിശയിച്ചു പോകും. കാരണം അത്രയും ദയനീയമാണ്, അത്രയും ക്രൂരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. 2 ദിവസമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഇപ്പോൾ ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ അവരെല്ലാവരും കഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.